മകരം രാശി. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷണങ്ങൾ. നമസ്കാരം. മാനവരാശിയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പൂർവികാചാര്യന്മാർ പടിയുയർത്തിയ ശാസ്ത്രശാഖയാണ് ജ്യോതിഷം. ജ്യോതിഷപ്രകാരം ഏത് രാശിക്കും രാശിനാഥൻ്റെയോ ബന്ധുഗ്രഹങ്ങളുടെയോ വാഴത്തിൻ്റെയോ ബുധൻ്റെയോ യോഗമോ സൃഷ്ടിയോ ഉണ്ടായാൽ മാത്രമേ ആ രാശിക്ക് ബലം ഉണ്ടായിരിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ ജാതകം നേരിട്ട് കാണണം. അതുകൊണ്ട് മകരം രാശിയുടെ പൊതുവായ ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ചരരാശിയും അവസാന ഭൂമി രാശിയും സ്ത്രീരാശിയുമായ മകരത്തിൻ്റെ അധിപൻ ശനിയാണ്. മകരം രാശി മണ്ഡലത്തിൽ 10ാം രാശിയാണ്. 270 ഡിഗ്രി മുതൽ 300 വരെ വ്യാപിച്ചു കിടക്കുന്നു. ശനിയുടെ സ്വക്ഷേത്രമാണ് മകരം. മുതലയും മാനും ചേർന്ന രൂപമാണ് ചിഹ്നം. ഉഭയജീവിയാണ് ഇത്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയുമെന്നാണ് ഇത് കാണിക്കുന്നത്. സാഹചര്യങ്ങളോട് ഇടപഴകി കഴിയുക, സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുക ഈ രാശിക്കാരുടെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിലെ അധിപനായ ശനി സൂര്യപുത്രനാണ്. നേതൃത്വം, ബലം തുടങ്ങിയവയുടെ കാരകനായ ചൊവ്വ ഏറ്റവും കൂടുതൽ ബലവാനാകുന്നത് മകരം രാശിയിൽ വരുമ്പോഴാണ്. ദേവഗുരുവായ വ്യാഴത്തിന് ഏറ്റവും ബലം കുറയുന്നതും മകരം രാശിയിൽ തന്നെ. ഭാരതീയാചാര്യന്മാർ 2 വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു രൂപത്തെയാണ് മകരം രാശിയുടെ ചിഹ്നമായി പരിഗണിച്ചത്. ശനിക്കും ചൊവ്വക്കും സ്വാധീനമുള്ള ഈ രാശി വ്യാഴഗ്രഹത്തിന് ഏറ്റവും സ്വാധീനം കുറഞ്ഞതുമാണ്. വ്യാഴത്തിന് നീചഭംഗരാജയോഗം ഈ രാശിയിൽ വന്നതുകൊണ്ട് ഒരുപാട് പേർ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട്. ശൗര്യവും സൗമ്യതയും കൂടിക്കലർന്ന ഒരു പ്രത്യേക രാശി സ്വരൂപമാണ് ഇത്. ഈ രാശിക്കാർ സ്ഥിര സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരായ ഇക്കൂട്ടർ ആത്മവിശ്വാസവും നല്ല മനഃശക്തിയും ഒട്ടും തന്നെ ബഹളം കാണിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരുമായിരിക്കും. കഠിന പ്രയത്നം, പ്രായോഗിക ബുദ്ധി, ആരോട് എങ്ങനെ പെരുമാറണമെന്ന അറിവ്, ആത്മാർത്ഥത തുടങ്ങിയ സ്വഭാവങ്ങൾ ഇവരുടെ പ്രത്യേകതകളാണ്. മേലധികാരികളെ ബഹുമാനിക്കുന്നതിനും അവരുടെ പ്രശംസ നേടുന്നതിനും ഇവർ എപ്പോഴും വിജയിക്കാറുണ്ട്. മകരം രാശിയുടെ കാലപുരുഷൻ കാൽമുട്ടുകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർ: ഉത്രാടം അവസാന 45 നാഴിക. മാനുഷഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ ദീർഘവീക്ഷണമുള്ളവരും എത്ര പ്രയാസമേറിയ ജോലിയും അനായാസേന ചെയ്യാൻ കഴിവുള്ളവരും ആത്മാർത്ഥതയും വിശ്വസ്തതയും കൈവെടിയാത്തവരുമായിരിക്കും. വിരോധം തോന്നിയാൽ ആ ആൾക്കാരെ ശരിക്കും ബുദ്ധിമുട്ടിക്കാനും ഇവർക്ക് മടിയില്ല. തിരുവോണം. ദേവഗണത്തിൽപ്പെട്ട തിരുവോണ നക്ഷത്രക്കാർ വാചകത്തിലും കർമ്മത്തിലും കുലീനത പുലർത്തുന്നവരും സൗന്ദര്യവും സൗഭാഗ്യവുമുള്ളവരായി കാണുന്നു. ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും താല്പര്യം പുലർത്തുന്നതോടൊപ്പം അന്യരെ ഉപദേശിക്കുന്നതിന് മുമ്പന്തി തന്നെ കാണും. അവിട്ടം ആദ്യ പകുതി. അസുരഗണത്തിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർ വളരെ ധൈര്യശാലികളും പ്രവർത്തന നിരതര ഉള്ളവരും ശ്രദ്ധിച്ച് കഴിയുന്നവരും നയപരമായി പെരുമാറുന്നവരുമായ ഇക്കൂട്ടർ പൊതുവെ ധനമുള്ളവരായിട്ടാണ് കാണുന്നത്. സ്വാർത്ഥ താല്പര്യം കൂടിയിരിക്കും. ഈ രാശിക്കാർ ശനീശ്വരൻ, ദുർഗ, ശ്രീരാമൻ, ലക്ഷ്മി, ശ്രീകൃഷ്ണൻ എന്നിവരെ ഭജിക്കുന്നതും ശനിയാഴ്ച വ്രതമെടുക്കുന്നതും ഉത്തമമാണ്. മകരരാശിക്കാരുടെ ഇഷ്ട ദിവസം ശനിയാഴ്ചയും ഭാഗ്യ ദിവസം ബുധനാഴ്ചയുമാണ്. ശനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് ശ്രീ ഹനുമാൻ. രാവണൻ ശനിലോകം ആക്രമിച്ച് കീഴടക്കി ശനിയെ ബന്ധനസ്ഥനാക്കി ലങ്കയിൽ കൊണ്ടുവന്ന്
തലകീഴായി തൂക്കിയിട്ടു. ആ സമയത്താണ് ഹനുമാൻ സീതാദേവിയെ തേടി ലങ്കയിൽ വരുന്നതും ലങ്ക മുഴുവനും അഗ്നിക്കിരയാക്കുന്നതും. അവിടെ വെച്ച് ഹനുമാൻ ശനിയെ കാണുകയും രാവണന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനാലാണ് ഈ രാശിക്കാർ രാശ്യാധിപനായ ശനിയെ പ്രസാദിപ്പിക്കാൻ ഹനുമാനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. മകരരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ബുധൻ 29 മെയ് 2026 രാവിലെ 11:15 AM മിഥുനത്തിലേക്ക് കടക്കും. അതോടുകൂടി ഇതുവരെ അനുഭവിച്ച സമ്പന്നാവസ്ഥകൾ മാറി ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.